ബൈബിളിലെ ലേവ്യ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന യാഗങ്ങളിൽ ഒന്നാണ് അകൃത്യയാഗം. ഒരു വ്യക്തി ദൈവത്തെയോ മറ്റൊരാളെയോ ദ്രോഹിക്കുന്ന പാപം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആ പാപം നഷ്ടം, നാശനഷ്ടം അല്ലെങ്കിൽ അനീതി എന്നിവയ്ക്ക് കാരണമാകുമ്പോൾ ഈ യാഗം അർപ്പിച്ചിരുന്നു. ബൈബിൾ വിവരണം. അകൃത്യയാഗത്തിനുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമായും ലേവ്യപുസ്തകം 5-ാമത്തെ അധ്യായം, ലേവ്യപുസ്തകം 6-ാമത്തെ അധ്യായം, 7-ാമത്തെ അധ്യായങ്ങളിലാണ്. ലേവ്യപുസ്തകം 5-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു പിഴച്ചുവെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അകൃത്യയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. അകൃത്യയാഗം എപ്പോഴാണ് ആവശ്യമായിരുന്നത്? ദൈവത്തിന് സമർപ്പിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കൾ ദുരുപയോഗം ചെയ്യുമ്പോൾ. ലേവ്യപുസ്തകം 5-ാമത്തെ അധ്യായം 15. ഒരാളെ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുമ്പോൾ. ലേവ്യപുസ്തകം 6-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. മറ്റൊരാളോട് കള്ളം പറയുകയോ വഞ്ചിക്കുകയോ ചെയ്യുമ്പോൾ. ലേവ്യപുസ്തകം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അയൽക്കാരനുമായുള്ള വിശ്വാസം ലംഘിക്കുമ്പോൾ. ലേവ്യപുസ്തകം 6-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. സാമ്പത്തിക നഷ്ടമോ നാശനഷ്ടമോ ഉണ്ടാക്കുമ്പോൾ. ലേവ്യപുസ്തകം 6-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ. അകൃത്യയാഗത്തിലെ പ്രക്രിയ: പാപം ഏറ്റു പറയുക, നഷ്ടപ്പെട്ടവ തിരികെ നൽകുക, 1/5 നഷ്ടപരിഹാരമായി ചേർക്കുക, കുറവില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ യാഗമായി കൊണ്ടുവരിക. ലേവ്യപുസ്തകം 6-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെ. അവൻ പിഴച്ചു കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിക്കപ്പെട്ടതോ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലോട് 1/5 കൂട്ടി പകരം കൊടുക്കണം. അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവനത് ഉടമസ്ഥന് കൊടുക്കണം. അകൃത്യയാഗത്തിനായിട്ട് അവൻ നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യയാഗമായി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ അകൃത്യമായി ചെയ്തൊക്കെയും അവനോട് ക്ഷമിക്കും. ക്രിസ്തുവിൻ്റെ നിഴലായ അകൃത്യയാഗം. ക്രിസ്തുവാണ് നമ്മുടെ അകൃത്യയാഗം. അവൻ നമുക്ക് വേണ്ടി അകൃത്യയാഗമായി. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണനെ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. നമുക്ക് വേണ്ടി മറുവില കൊടുത്തു. 1 പത്രോസ് 1-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമുക്ക് വേണ്ടി ദൈവമായി അനുരഞ്ജനം ചെയ്തു. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നിഴലും പൊരുളും. നിഴൽ നഷ്ടപരിഹാരം കൂടാതെയുള്ള യാഗം സ്വീകരിച്ചിട്ടില്ല. ലേവ്യപുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. 1/5 കൂടി പകരം കൊടുക്കണം. അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവനത് ഉടമസ്ഥന് കൊടുക്കണം. ഇതിൻ്റെ പൊരുൾ: നമ്മുടെ ഹൃദയങ്ങളിൽ തിന്മയും മനസ്സിൽ വെച്ച് നമ്മുടെ പ്രാർത്ഥനകൾ കഴിച്ചാൽ അത് വ്യർത്ഥമാകും. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവൻ്റെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക. പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക. നാം എല്ലാവരും പാപികളാണ്. എന്നാൽ പാപത്തിന് പരിഹാരമായിട്ട് നമുക്ക് എന്ത് ദൈവത്തിന് നൽകാൻ സാധിക്കും? കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ അകൃത്യയാഗം. അവനിൽ വിശ്വാസം അർപ്പിക്കുന്നവന് തങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടും.